നമസ്കാരം. പാകിസ്ഥാനിലെ ബെന്നു ജില്ലയിലെ റോച്ച ചെക്ക് പോസ്റ്റിൽ 7 പോലീസുകാരെ ഇപ്പോൾ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. ചെക്ക് പോസ്റ്റ് വളഞ്ഞതിന് ശേഷം ഇവരെ ബന്ദികളാക്കി തീവ്രവാദികൾ കാട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. മാത്രമല്ല, പോലീസുകാരുടെ പക്കലുണ്ടായിരുന്ന തോക്കുകളടക്കം തീവ്രവാദികൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ സൈന്യം തിരച്ചിൽ നടത്തുകയാണ്. ഒരു മാസത്തിനിടെ പാകിസ്ഥാനിൽ ഇത്തരത്തിൽ സൈന്യത്തിന് നേരെ നടക്കുന്ന 38ാമത്തെ ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൊറ്റ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ ആക്രമണത്തിൽ 25 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഇത്തരത്തിൽ കൃത്യമായും സൈനികരെ നോട്ടമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നത്. ഇതിന് പിന്നിൽ ബലൂചിസ്ഥാൻ തീവ്രവാദികൾ ആണെന്നാണ് നിഗമനം. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, തീവ്രവാദി സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒരു ഉത്തരവാദിത്തം ഈ ഒരു സംഭവത്തിൽ ആരും ഏറ്റെടുത്തിട്ടില്ല. സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ സർക്കാരിനെതിരെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരെ ഇത്തരത്തിലുള്ള തീവ്രവാദി ആക്രമണം ഉണ്ടാവുന്നതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പട്ടാളവും പോലീസും ഇത്തരത്തിൽ തീവ്രവാദികളുടെ ആക്രമണത്തിൽ നിലംപരിശാവുന്ന കാഴ്ചയാണ് പാകിസ്ഥാനിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജീവനും സ്വത്തിനും ആര് സംരക്ഷണം നൽകുമെന്ന ചോദ്യമാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ അവിടുത്തെ സർക്കാരിനോട് ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.